കുഞ്ഞു അവനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുക എന്നുള്ളത് ഒരു ഒരു റൈറ്റ് ഓഫ് പാസേജ് പോലെയാണ് നമുക്ക്. അതായത് അതില്ലാതെ ഒരു കളിയേ ഇല്ല നമ്മൾ മലയാളികൾക്ക്. ശരിക്കും എണ്ണ തേച്ച് കുളിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എണ്ണ തേക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എണ്ണ തേക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? വെൽക്കം ടു മിത്ത് ബസ്റ്റർ ലുഫി. ഞാൻ നിങ്ങളുടെയും ലുഫിയുടെയും ഡോക്ടർ മമ്മ. ഇന്ന് നമുക്ക് കുഞ്ഞു ആവകളെ എണ്ണ തേപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. നമ്മൾ മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലും പുറമേ രാജ്യങ്ങളിലും ഒരുപാട് രാജ്യങ്ങളിലും ഈ എണ്ണ തേപ്പിച്ച് കുഞ്ഞാവനും കുളിപ്പിക്കുന്ന ഒരു ശീലമുണ്ട്. അത് പണ്ട് മുതലേ ഒരു ട്രഡീഷൻ പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ചൂടൊക്കെ ഇത്രയും കൂടുതലുള്ള സമയത്ത് ഒരുപാട് അമ്മമാർ ചോദിക്കാറുണ്ട്, എണ്ണ തേപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, നിർബന്ധമാണോ ഈ എണ്ണ തേക്കുന്നത് എന്നുള്ളത്. അപ്പം എണ്ണ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതെണ്ണ ഉപയോഗിക്കണം, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, കുളിക്കുന്നതിന് മുമ്പ് തേക്കണോ, കുളിച്ച ശേഷം തേച്ചാൽ മതിയോ, എങ്ങനെയാണ് എണ്ണ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കിന്ന് നോക്കാം. ഇനി ആദ്യമായിട്ട് എണ്ണ തേക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത്. ചില ഗുണങ്ങളൊക്കെ ചില പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട്. കാരണം ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. എണ്ണ തേക്കുമ്പോൾ ഒരു മയമുണ്ട്, സ്കിന്നിനൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്കൊരു സൂത്തനിങ് കിട്ടുന്നുണ്ട്. സോഫ്റ്റായിട്ട് മസാജ് ചെയ്താൽ കുഞ്ഞുങ്ങൾക്കൊരു സുഖമാണ്, അവർ ഉറങ്ങാനൊക്കെ സഹായിക്കും. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഭയങ്കര പിഴിഞ്ഞുള്ള മസാജസ് ഒക്കെ ഉണ്ട്. കേരളത്തെക്കാളും കൂടുതൽ കുറച്ച് നോർത്ത് ഇന്ത്യയിലാണ് ഇങ്ങനത്തെ മസാജസ് ഒക്കെ കൂടുതൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതുപോലത്തെ യൂട്യൂബിലും വാട്സാപ്പിലൊക്കെ ഇതുപോലത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. കുഞ്ഞിങ്ങനെ അലറി കരയായിരിക്കും. അതുപോലത്തെ മസാജസ് കൊണ്ട് കുഞ്ഞിന് യാതൊരു ഗുണവുമില്ല, ദോഷം മാത്രമേ ഉള്ളൂ. കുഞ്ഞ് കരയുന്ന മസാജുകൾ ഒരിക്കലും കുഞ്ഞിന് ആവശ്യമില്ല. കുഞ്ഞ് കാമായിട്ടിരിക്കുന്ന, വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന, കുഞ്ഞിന് സമാധാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഓയിൽ മസാജ് ചെയ്താൽ അത് കുഞ്ഞിനും ഒരു കാമിങ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ചില എണ്ണകൾക്ക് കുറച്ച് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി, കുറച്ച് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. അതായത് കുറച്ച് ഇറിറ്റേഷനും ചൊറിച്ചിലും അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഒന്ന് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ഇനി എണ്ണ തേച്ചാൽ കുഞ്ഞ് വെയിറ്റ് വെക്കുമോ എന്നുള്ളത് വളരെ ചുരുക്കം പഠനങ്ങളുണ്ട്. അത് പ്രീ ടേം ബേബീസിൽ എണ്ണ തേച്ചപ്പോൾ കുഞ്ഞുങ്ങൾ വെയിറ്റ് വെക്കുന്നതായിട്ടുള്ള, ഭയങ്കര വെയിറ്റ് ഒന്നുമല്ല, ചെറിയ ചെറിയ ഗ്രാം വെയിറ്റാണ് വെക്കുന്നതായിട്ടുള്ള പഠനങ്ങളുണ്ട്. നോർമൽ ബേബീസ്, അതായത് ടേം ബേബീസിൽ സാധാരണ വെയിറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് എണ്ണ തേക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വെയിറ്റ് ഗെയിൻ ഒന്നും ഉണ്ടാകുന്നതായിട്ടുള്ള പഠനങ്ങളൊന്നും ഇല്ല. ഇനി എണ്ണ തേക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോ എന്നുള്ളത്, ദോഷമുള്ളതും ഉണ്ട്. അതായത് ചില ഓയിലുകൾ, അതിൽ ഒലീക് ആസിഡ് എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് ഉണ്ട്. അത് കൂടുതലായിട്ടുള്ള ചില ഓയിലുകളുണ്ട്. ഒരു പ്രത്യേക ഒരു ഓയിലുണ്ട്, ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓയിലുണ്ട്. ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഓയിലുണ്ട്. പുറമേ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഡ്രൈ സ്കിൻ പോലുള്ള അലർജികൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. ആ ഓയിൽ ഏതാണെന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്? അതറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പം ഓയിലിൽ ചില അലർജീസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ ചില ഫംഗസുകളുണ്ട്, നമ്മുടെ ശരീരത്തിലുള്ള ഫംഗസുകളുണ്ട്. ഈ ഫംഗസ് പൊതുവെ ഓയിൽ തിന്ന് വളരുന്ന ജീവികളാണ്. അപ്പോൾ അവർക്ക് ഓയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഫംഗസ് പെട്ടെന്ന് വളരും. അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾ ചില അലർജികളും, ഈ സെബോറിയ എന്ന് പറയും, ഇൻഫൻറ്റൈൽ സെബോറിയ എന്ന് പറയും, ആദ്യത്തെ 3-4 മാസങ്ങളിൽ കുഞ്ഞുങ്ങളിൽ കാണുന്നതാണ്. നെറ്റി, തല, ചെവിയുടെ പുറകിൽ, കഴുത്ത് ഭാഗങ്ങളിലൊക്കെ ചെറിയ ചുമന്നതോ അല്ലെങ്കിൽ ഒരു മഞ്ഞ നിറമുള്ളതായിട്ടുള്ള ചില പാടുകൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഇത് എണ്ണയിട്ടാൽ കൂടുന്നതായിട്ട് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഓയിൽ അവോയ്ഡ് ചെയ്യാൻ തന്നെ പറയാറുണ്ട്. ഇനി എപ്പോഴാണ് ഓയിൽ ഉപയോഗിക്കേണ്ടത്? കുളിക്കുന്നതിന് മുമ്പാണോ, കുളിക്കുന്നതിന് ശേഷമാണോ? ഈ പ്ലാന്റ് ബേസ്ഡ് ഓയിൽ, അതാണല്ലോ നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ കടുകെണ്ണയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പ്ലാന്റ് ബേസ്ഡ് എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കുളിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് തേച്ച് കുഞ്ഞിനൊന്ന് മസാജൊക്കെ ചെയ്ത ശേഷം കുളിപ്പിക്കുമ്പം മൈൽഡ് ആയിട്ടുള്ളൊരു ക്ലെൻസർ ഉപയോഗിച്ച് അത് കഴുകി കളയണം. അതിനൊരു ആഫ്റ്റർ ഇഫക്റ്റ് പോലെയുള്ള ഒരു മയം ഉണ്ടാവും ബോഡിയിൽ, അതേ ആവശ്യമുള്ളൂ. അല്ലാതെ ഈ എണ്ണ ഫുൾ നേരം ബോഡിയിൽ വെക്കേണ്ട ആവശ്യമില്ല. എണ്ണ ബോഡിയിൽ നിൽക്കുമ്പോൾ എന്താ, അത് പെട്ടെന്ന് ഡേർട്ടിന്, അതായത് പൊടിയൊക്കെ പെട്ടെന്ന് അതിന് മുകളിൽ പറ്റിപ്പിടിക്കും. അത് കുഞ്ഞിന് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ എപ്പോഴും എണ്ണ പുരട്ടിയ ശേഷം അത് ചെറിയൊരു മൈൽഡ് ക്ലെൻസർ ഉപയോഗിച്ച് കഴുകി കളയുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. മിനറൽ ബേസ്ഡ് ഓയിൽസ് ഉണ്ട്, അതായത് ഈ ലിക്വിഡ് പാരഫിൻ എന്നൊക്കെ പറയുന്ന ടൈപ്പ് എണ്ണ പോലെ വരുന്നത്, എണ്ണ മരുന്നെന്നാണ് നമ്മൾ ഗവൺമെൻറ് സപ്ലൈയിൽ പറയുന്നത്. അത് വേണമെങ്കിൽ കുളി കഴിഞ്ഞ ശേഷം ഒരു മോയ്സ്ചറൈസർ പോലെ ഉപയോഗിക്കാവുന്നതാണ്. ലിക്വിഡ് പാരഫിനേക്കാൾ എത്രയോ ക്വാളിറ്റി കൂടിയ മോയ്സ്ചറൈസേഴ്സ് ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേബി ക്രീംസ് വേറെ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാവുന്നതാണ് മോയ്സ്ചറൈസറായിട്ട്. ഈ എണ്ണ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഏതൊക്കെ എണ്ണകളാണ് പൊതുവെ സേഫാന്ന് പറയാറ്? നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയും എള്ളെണ്ണയും പൊതുവെ സേഫാന്നാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അതിനും അലർജി വരുന്ന കുഞ്ഞുവാവുകളുണ്ട് കേട്ടോ.
എല്ലാം സേഫാണെന്നല്ല, പക്ഷെ പൊതുവെ റിലേറ്റീവ്ലി സേഫാണ്. പിന്നെ സേഫായിട്ടുള്ള ഓയിലിൽ പെടുന്നതാണ് സാഫ്ലവർ ഓയിൽ, സൺഫ്ലവർ ഓയിൽ അല്ല, സാഫ്ലവർ ഓയിൽ, ആൽമണ്ട് ഓയിൽ റിലേറ്റീവ്ലി സേഫാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മിനറൽ ഓയിൽ, അതായത് ലിക്വിഡ് പാരഫിൻ എന്ന് പറയുന്ന പോലത്തെ സാധനം, പെട്രോളിയം ജെല്ലി എന്നൊക്കെ പറയുന്ന സാധനം, അതൊക്കെ പൊതുവെ റിലേറ്റീവ്ലി സേഫായിട്ട് നമുക്ക് പറയാം. പക്ഷേ എത്ര സേഫാന്ന് പറഞ്ഞാലും എപ്പോഴും ഓയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യത്തെ 3-4 ദിവസങ്ങളിൽ ഫുൾ ബോഡി അപ്ലൈ ചെയ്യാതെ ചെറിയ ഏരിയകളിൽ മാത്രം അപ്ലൈ ചെയ്ത് നോക്കുക. കുഞ്ഞിൻ്റെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. കുഴപ്പമില്ലെങ്കിൽ പതിയെ ഹോൾ ബോഡി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഡേ തന്നെ മേൽ മുഴുവൻ എണ്ണ വാരി തേക്കരുത്. കുഞ്ഞിനത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ബേബീസ് ഓയിലിന് റിയാക്ട് ചെയ്യുമെന്ന് നിങ്ങൾ സംശയിക്കുന്നവരുണ്ടാവും. റിയാക്ട് ചെയ്യും. ബേബീസ് നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന ബേബീസ് ഉണ്ട്. ലുഫിക്ക് വരേണ്ടായിരുന്നു. ലുഫി നന്നായിട്ട് റിയാക്ട് ചെയ്തിരുന്നു ആദ്യത്തെ 2 ദിവസങ്ങളിൽ തന്നെ. ലുഫിക്ക് അതുകൊണ്ട് ത്രൂ ഔട്ട് ഫസ്റ്റ് 2 ദിവസത്തിന് ശേഷം എണ്ണ ഇട്ടിട്ടേ ഇല്ല. എണ്ണ ഇതുവരെ ഇട്ടിട്ടില്ല ലുഫിക്ക്. കാരണം ലുഫിയുടെ ബോഡി വല്ലാണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ബോഡി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഓയിൽ സെലക്ട് ചെയ്യാനായിട്ട്. ഇനി കുറച്ച് റിലേറ്റീവ്ലി അൺസേഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന ഓയിൽസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് കുഞ്ഞിന് ഇടേ ചെയ്യരുത് എന്നല്ല കേട്ടോ. പക്ഷേ നേരത്തെ പറഞ്ഞ എണ്ണേനേക്കാളും കുറച്ചും കൂടെ റിസ്ക് ഓഫ് അലർജി കൂടുതലുള്ള എണ്ണകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ വരുന്നതാണ് ഈ കടുകെണ്ണ. നമ്മുടെ നാട്ടിൽ അധികം കടുകെണ്ണ ഉപയോഗിക്കാറില്ല. നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ കടുകെണ്ണ ഉപയോഗിക്കുക. ഇതിന് ഒരു കോമഡി ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊരു റീൽ ചെയ്തിരുന്നു. കുഞ്ഞുവാവുകൾക്ക് ഉപയോഗിക്കേണ്ട എണ്ണയും ഉപയോഗിക്കാൻ പാടില്ലാത്ത എണ്ണയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ മസ്റ്റർഡ് ഓയിൽ റിലേറ്റീവ്ലി അൺസേഫ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കൊടുത്തിരുന്നത്. മറ്റേതാണ് ഭയങ്കര കമൻറ്റ് ബാക്ക്ലാഷ് ആയിരുന്നു. ഞങ്ങളൊക്കെ പണ്ട് മുതലേ മസ്റ്റർഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്, അത് ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമൻറ്റ് ബാക്ക്ലാഷ് ആയിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് പഠനങ്ങളിൽ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് പേർക്ക് റിലേറ്റീവ്ലി അൺസേഫാണ് കടുകെണ്ണ. അതായത് കമ്പയർഡ് ടു മറ്റേ എണ്ണകൾ, നമ്മുടെ കോക്കനട്ട് ഓയിലും എള്ളെണ്ണയൊക്കെ അപേക്ഷിച്ച് കുറച്ചും കൂടെ റിസ്ക് കൂടുതലാണ് കടുകെണ്ണയ്ക്ക്, അത്രേ പറയുന്നുള്ളൂ. പിന്നെ ടീ ട്രീ ഓയിൽ, സോയ് ഓയിൽ, ഇതിനൊക്കെയും റിസ്ക് കൂടുതലുള്ള എണ്ണകളാണ്. ഇനി ആദ്യം പറഞ്ഞില്ലേ കുഞ്ഞാവയ്ക്ക് ഉപയോഗിക്കാനേ പാടില്ലാത്ത എണ്ണകൾ ഏതൊക്കെയാണെന്ന്. ശരിക്കും 2 ടൈപ്പ് എണ്ണകളുണ്ട് കുഞ്ഞാവൾക്ക് ഉപയോഗിക്കാനേ പാടില്ലാത്തത്. അതിലൊന്നാമത്തത് ഒലിവ് ഓയിലാണ്. ഞാൻ പറഞ്ഞില്ലേ ഇമ്പോർട്ട് ചെയ്തൊക്കെ ഉപയോഗിക്കുന്നത്. ഒലിവ് ഓയിൽ കേൾക്കുമ്പോൾ എന്തോ ഭയങ്കര സ്കിന്നിന് നല്ലതാണ് എന്നുള്ളൊരു വിചാരം നമുക്ക് പലർക്കും ഉണ്ട്. നമ്മുടെ സോപ്പിൻ്റെ ഒക്കെ പരസ്യങ്ങൾ കണ്ടിട്ടായിരിക്കണം അങ്ങനത്തെ ഒരു വിചാരം ഉള്ളത്. ശരിക്കും ഒലിവ് ഓയിലിൽ ഒലീക് ആസിഡ് എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് ഉണ്ട്. ഇത് എട്ടോപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഡ്രൈ സ്കിൻ അലർജിയാണ്, കുഞ്ഞുങ്ങളുടെ ഡ്രൈ സ്കിൻ അലർജിയാണ്. അതിനെക്കുറിച്ചുള്ള പോസ്റ്റുകൾ ഇനി നമുക്ക് ഭാവിയിൽ വരും. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് ഡ്രൈ സ്കിൻ അലർജി വരുന്നത്, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഉണ്ടാവും. അപ്പോൾ വീഡിയോസ് മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഈ എട്ടോപ്പി ഉള്ള കുട്ടികൾക്ക് ശരിക്കും എട്ടോപ്പി വളരെ നന്നായിട്ട് കൂടുന്നതായിട്ട് വർദ്ധിക്കുന്നതായിട്ട് ഈ അലർജി വല്ലാണ്ട് വഷളാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒലിവ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ. അതിൻ്റെ ഒലിവ് ഓയിൽ എപ്പോഴും ഞാൻ പേരൻസിനോട് പറയാറുണ്ട്. ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒലിവ് ഓയിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ തന്നെ വ്യക്തമായിട്ട് ഞാൻ പേരൻസിനോട് പറയാറുണ്ട്. ഇനി വേറൊരു ഗ്രൂപ്പ് ഓഫ് ഓയിൽസ് ഉണ്ട്, എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറച്ച് ഫാഡായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ലാവൻഡർ ഓയിൽ, ടീ ട്രീ ഓയിൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻഡിൽസിലൊക്കെ ഇട്ടിട്ട് കത്തിച്ചിട്ട് വീടൊക്കെ സ്മെല്ലാവാൻ വേണ്ടി വെക്കുന്ന സാധനങ്ങൾ, കാമാവാനും മസാജിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇത്ര എസെൻഷ്യൽ ഓയിൽ കുഞ്ഞുങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. അത് കുഞ്ഞുങ്ങളത് ബ്രീത്ത് ചെയ്യുമ്പം അവർക്ക് ലങ്സിനായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ ഹോർമോൺ ഡിസ്റപ്റ്റേഴ്സ് എന്ന് പറയും. കുഞ്ഞുങ്ങളുടെ ഹോർമോണിൽ ചെറിയ വ്യതിയാനങ്ങൾ വരുത്താനും കഴിവുള്ള എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ് എന്നാണ് പറയും ഉള്ള ചില എഫക്റ്റുകളും ചില ഓയിലുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള എസെൻഷ്യൽ ഓയിലുകളും കുഞ്ഞുങ്ങളിൽ ഉപയോഗിക്കരുതെന്ന് തന്നെയാണ് പറയാറ്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തെ ഓയിൽ ചൂസ് ചെയ്യണം നിങ്ങളുടെ കുഞ്ഞാവയ്ക്ക്. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ഉപയോഗിച്ച് നോക്കണം. ആ ദിവസം തന്നെ എല്ലാം കൂടി എടുത്ത് ഉപയോഗിക്കണോ, എങ്ങനെയാണ് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡ് ചെയ്യേണ്ടത്, എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്, കുളിക്കുന്നതിന് മുമ്പാണോ കുളിച്ച ശേഷമാണോ അപ്ലൈ ചെയ്യേണ്ടത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടെ മസാജിൻ്റെ കാര്യം കൂടെ ഓർക്കണം. മസാജിനെ കുറിച്ച് നമുക്കൊരു വീഡിയോ ഭാവിയിൽ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ കൂടെ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം നേരത്തെ പറഞ്ഞതാണ്, കുഞ്ഞുങ്ങൾ കരയുന്ന രീതിയിലുള്ള ഒരു മസാജും വേണ്ട. കുഞ്ഞുങ്ങൾക്ക് ഓയിൽ പുരട്ടുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, വിഷമം ഉണ്ടാക്കുന്നുണ്ട്, അവർ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ അത് വേണ്ട. അൾട്ടിമേറ്റ്ലി നമ്മുടെ കുഞ്ഞിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിർബന്ധിച്ച് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ചെയ്തില്ല എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ മസാജ് ചെയ്തില്ലെങ്കിലോ ബേബി ഓയിൽ ഇട്ടില്ലെങ്കിലോ ഒരു വലിയ ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ചെറിയ ഒരു സന്തോഷമാണ് അമ്മയ്ക്കും കുഞ്ഞിനൊരു ബോണ്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയും കൂടിയാണ് ഈ മസാജിങ് ഒക്കെ.
അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ഓയിലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിതെല്ലാം അറിഞ്ഞിട്ട് വേണം നിങ്ങളൊരു ഡിസിഷൻ എടുക്കാനായിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.